ഞാൻ അങ്ങനൊരു കാര്യം ആരും പറഞ്ഞത് കേട്ടിട്ടില്ല. നിങ്ങൾ പറയുന്നതനുസരിച്ച് പ്രതികരിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അബദ്ധമാകും. കാരണം അങ്ങനെ പറഞ്ഞോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. ഞാനത് കണ്ടില്ല. കാണാത്ത ഒരു കാര്യം എന്താ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, DGPയെ എല്ലാം തീരുമാനിക്കുന്നത് എല്ലാ നിയമവും അനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വന്നേക്കുന്ന 3 പേരുകളാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതായ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത UPSCയും മറ്റും ബന്ധപ്പെട്ട ലിസ്റ്റിൽ നിന്ന് വന്നതിനകത്ത് എല്ലാ നിയമപരമായ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിക്കുക. എല്ലാ നിയമപരമായ പരിരക്ഷയും അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റും. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. പക്ഷേ കാണാത്ത ഒരു പ്രതികരണത്തെപ്പറ്റി ഞാൻ പ്രതികരിക്കുന്നത് ശരിയാവില്ല. അത് വന്നിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഞാനത് ഇതിൻ്റെ ഭാഗമായിട്ടല്ല, നിങ്ങളുടെ കൊല്ലത്തു നിന്ന് വരുമ്പോൾ ഒരു പത്രസമ്മേളനം തന്നെ വിളിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്നെല്ലാവരും വരുന്നുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ അതിനായിട്ടൊരു കാര്യം വരണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്നൊരു പരിപാടിയുണ്ട്. 2-ാം തീയതിയാണ് ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് സോഹോ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു IT കമ്പനി കൊട്ടാരക്കരയിലാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ കൊട്ടാരക്കരയിലെ വന്നൊരു കാര്യം എന്ന നിലയിലല്ല പറയുന്നത്. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും ഈ നോളജ് എക്കോണമി കേരളത്തിൽ വലിയ തോതിൽ അഭ്യസ്തവിദ്യരായ ധാരാളം ആളുകളുണ്ട്. ലോകത്തെല്ലായിടത്തും പോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. കേരളത്തിൻ്റെ എല്ലാ സ്ഥലവും, ഇപ്പോൾ കൊല്ലം നഗരം എടുത്താലും തെമ്മല എടുത്താലും തിരുവനന്തപുരം എടുത്താലും കാസർഗോഡ് ഉള്ളൊരു ഉൾപ്രദേശം എടുത്താലും നല്ല IT കണക്ടിവിറ്റി ഉണ്ട്, നല്ല റോഡുകളുണ്ട്, ധാരാളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ലോകത്ത് വലിയ ബന്ധമുള്ള എന്നാൽ ആധുനിക ടെക്നോളജി അറിയാവുന്ന ധാരാളം ആളുകളുള്ളതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഏത് പ്രദേശത്തും നമുക്ക് വലിയ വ്യവസായങ്ങൾ, അത് നോളജ് ബേസ്ഡ് ആയിട്ട് ഇൻഡസ്ട്രി പറ്റും. ഫുഡ് പ്രോസസ്സിങ് മുതൽ പലതരത്തിലുള്ള ഇൻഡസ്ട്രി പറ്റും. ഇതെല്ലാം പറ്റുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അതുകൊണ്ടാണ് സോഹോയുടെ കാര്യം ഇവിടെ പറയുന്നത്.